ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് MT സാറിൻ്റെ പുതിയൊരു ആന്തോളജി സെറ്റപ്പിൽ ഇറങ്ങിയിട്ടുള്ള മനോരഥങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വെബ് സീരീസിലെ അല്ലെങ്കിൽ ആന്തോളജിയിലെ ആദ്യത്തെ 2 എപ്പിസോഡിനെ കുറിച്ചിട്ടാണ്. ലാലേട്ടനും അതുപോലെ തന്നെ മമ്മൂക്കയാണ് അതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം പെട്ടെന്നൊരു നാട്ടിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുള്ളത് എൻ്റെ ഏട്ടനാണ്. ഞാൻ മിക്കപ്പോഴും പടങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു എന്താ പറയുക അഭിപ്രായം പോലെ പറയാമെന്ന് വെച്ചു. ഓളവും തീരവും കണ്ടു, കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയും കണ്ടു. എന്താണ് ഏട്ടന് തോന്നിയിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചിട്ട് അത് പറയണേക്കാട്ട് മുമ്പ് ഞങ്ങളിപ്പോൾ വണ്ടി ഒന്ന് സൈഡിൽ ഒന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത കാലത്തെ പല കാര്യങ്ങളും കൊണ്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആലോചിച്ചിട്ട് വണ്ടി ഇപ്പോൾ സൈഡിലേക്കാണ്. ഓളവും തീരവും ആയിട്ട് എനിക്ക് കണക്ട് ചെയ്ത് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു നല്ലൊരു ഫീൽ ഉണ്ടായി എന്നുള്ളത് വേണം പറയാൻ. അതിലാ നമ്മുടെ ഇവര് മോഹൻലാലും ദുർഗയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ നല്ലൊരു എന്തായിരുന്നു അതിന്റെ പേര് പറഞ്ഞത്? ദുർഗാകൃഷ്ണ. യെസ്. അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഒരു നല്ലൊരു വർക്കൗട്ടായി തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ആ പടത്തിലും അവന് പ്രായമായി എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വായിച്ച ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെ. അപ്പോൾ ഏകദേശം പിന്നെ അതിൽ വരുന്ന നരന്റെ ഒക്കെ പോലെയുള്ള ആ ഒരു തടി കൊണ്ടുള്ള പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു സംഭവം 70കളിൽ നമ്മുടെ മധുസാറൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഓളവും തീരവും എന്ന് പറയുന്ന പടത്തിന്റെ അതിന്റെ സബ്ജക്റ്റുകൾ എടുത്തിട്ടുള്ള റീമേക്കാണ്. അതായത് അതൊരു ഫുൾ ലെങ്ത് ഒരു സിനിമയായിട്ട് തന്നെയായിരുന്നു ആ ഒരു പടം ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ മധുവിന്റെ ഒരു ക്യാരക്ടർ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. മോഹൻലാലിന്റെ ആ ഒരു ഷേപ്പ്, ആ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ സെയിം അത് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മധുസാറിന്റെ ആ ഒരു വൈബ് എനിക്കും ഏട്ടനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. ആ ഒരു വൈബ്, കാരണം അന്നത്തെ സിനിമകൾ നമുക്ക് ഇപ്പൊ കാണുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ദഹിച്ചോളണമെന്നില്ല. ഞാൻ ചില സീനുകൾ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സന്തോഷ് ശിവനാണ് അതിൻ്റെ ക്യാമറ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ ഫ്രെയിമുകളും എന്താ പറയുക ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ കൂടിയും അതിൻ്റെതായിട്ടുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഫീൽ ചെയ്യും. റെഡ് കളർ ഒരു 1-2 പ്രാവശ്യം കാണിക്കുന്നൊക്കെ പ്രണയം തുടങ്ങുന്ന സമയത്ത് ആ വളയ്ക്ക് റെഡ് കളർ നൽകുന്നുണ്ട്. ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആവുന്ന സമയത്തും അതേ റെഡ് കളർ നൽകുന്നുണ്ട്. അത് ശരിക്കും എന്തെങ്കിലും ഉദ്ദേശിച്ച് അവർ ചെയ്തിട്ടുള്ളതാണോന്ന് അറിയില്ല. എന്നാലും എനിക്ക് അങ്ങനെ എന്തൊക്കെയോ തോന്നി. അമ്മയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളുടെ പേരറിയോ? പേര് എനിക്കറിയില്ല. ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവര് കിടുക്കിട്ടോ, അവരും കിടുക്കി. അതുപോലെ ഹരീഷ് പേരടിയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതേപോലത്തെ പടങ്ങള് വേറെ ചെയ്തിട്ടുണ്ട്. ഹരീഷ് പേരടി കുറെ നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ എനിക്ക് പിന്നെ വളരെ വളരെ സന്തോഷിച്ച കാര്യം മാമുക്കോയെ നമ്മള് മാമുക്കോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് എനിക്ക് തോന്നുന്നു. മാമുക്കോയുടെ തുടക്കത്തിലുള്ള കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മരണാനന്തരം വേറെ ആരുമാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അത് ശരിക്ക് എടുത്ത് അറിയാനുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അദ്ദേഹത്തിനെ കണ്ടപ്പോഴേ ആ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. അവര് നമ്മളുടെ കെമിസ്ട്രി നല്ല രസമുണ്ടായിരുന്നു. ലാലേട്ടനും ഒരു കെമിസ്ട്രി, അതുപോലെ ദുർഗയായിട്ടുള്ള കെമിസ്ട്രി, എല്ലാവരും ഭയങ്കര രസമായിരുന്നു. എല്ലാവർക്കും ഒരു കേക്ക് വാക്കാണ് ഈ ഒരു സംഭവം. എനിക്ക് വേറൊരു സംഭവം കൂടി പറയാനുള്ളത്, ആ ഒരു ഇതൊരു കളർ വേണമെങ്കിൽ പോലും ഗംഭീര രസമായിരിക്കും. സത്യം. ഒരു കളർ നമുക്കൊരു ഒരു ഫുൾ ലെങ്ത് സിനിമയായിട്ട് വന്നാൽ പോലും ഒരു രസം ഉണ്ടാവും. കാരണം ഇതിന്റെ ഒരു കോർ തീം എന്ന് പറയുന്നത് പ്രണയമാണ്. ആ പ്രണയം മോഹൻലാൽ ചെയ്തു വെച്ചിരിക്കുന്നതും ലാലേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നതിനൊരു രസം ഉണ്ടായിരുന്നു. അത് ചില സമയത്ത് മോഹൻലാലിന്റെ ഒരു നിഷ്കളങ്കത്വം ആ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് ഭയങ്കര ക്ലൈമാക്സിലേക്ക് അടുക്കുന്തോറും അവൻ മലയുടെ മുകളിൽ നിന്നിട്ടുള്ള പറയുന്ന ചില രീതികളൊക്കെ ഉണ്ട്. അത് നമ്മളെ തൊടുട്ടോ, നമ്മുടെ ഹൃദയത്തിൽ തൊട്ടിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് വരാം. അത് സത്യമായിട്ടും അതൊരു ഫുൾ ലെങ്ത് സ്റ്റോറി ആയിട്ട് വന്നാൽ പോലും നല്ല രീതിക്ക് നമുക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്നെ സംബന്ധിച്ച് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഇതില്, ആ പോയിന്റ് മാത്രമാണ് എടുത്തു പോയിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മുമ്പുണ്ടായിരുന്ന ആ ഒരു സിനിമയുടെ
ഇതിപ്പോൾ ഒരു ആന്തോളജി പോലെ ഒരു ഷോർട്ട് സ്റ്റോറി കഥ പറയുന്ന പോലെയാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. അതായത് സബ്ജക്റ്റുകൾ മാത്രമാണ് ഈ ഒരു സിനിമയിലെ ഈ ഒരു 1 മണിക്കൂറുണ്ട്, 56 മിനിറ്റ് 58 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ ആ ഒരു സംഭവം കാണിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കഥയുടെ ഉള്ളിലേക്ക് നമ്മളെ കടക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം എനിക്ക് തോന്നിയിട്ടുള്ളത് കമലഹാസന്റെ ഒരു നരേഷൻ ഉണ്ട് ഈ ഒരു തുടക്കത്തിൽ. അത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ ആ ഒരു ഇത് കണ്ടപ്പോഴും അതിലും കമലഹാസന്റെ ഒരു നരേഷൻ ഉണ്ട്. എല്ലാത്തിലും ഇതേപോലെ നരേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്ന സമയത്ത് ആദ്യത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് കമലഹാസന്റെ കന്യാകുമാരി എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു സംഭവങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമാണ്. കമലഹാസനൊക്കെ സംബന്ധിച്ചിടത്തോളം തുടക്കം ആ ഒരു ഹരിശ്രീ കുറിക്കാന്നൊക്കെ പറയുന്നതൊക്കെ MT സാറിലൂടെ ആവുമ്പോൾ അതിന്റെ ഒരു മധുരം വേറെയാണ്. അതിനൊരു എന്താ പറയാ, ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഭാഗവാക്കാവുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് കമലഹാസൻ. അതും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും. പിന്നെ മറ്റേ സെക്കൻഡ് പാർട്ട് അതും ഒരു അരമണിക്കൂറേ ഉള്ളൂ. ആ ഒരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയിലൂടെയാണ് കഥ നീങ്ങുന്നത്. മമ്മൂട്ടിയുടെ ചെറുപ്പകാലത്ത് കൂടിയും മമ്മൂട്ടിയുടെ പ്രസന്റ് സിറ്റുവേഷനിൽ കൂടിയൊക്കെയാണ് ഇതിന്റെ കഥ നീങ്ങുന്നത്. അത് ചെയ്തിട്ടുള്ളത് രഞ്ജിത്താണ്. അപ്പൊ രഞ്ജിത്ത് ചെയ്യുമ്പോൾ അറിയാലോ, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പിടിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഇതിന്റെ സബ്ജക്റ്റും ആക്ച്വലി ഒരു ഡാർക്ക് സബ്ജക്റ്റ് ആണ്. ഒരു 1960 ഇത് പക്ഷെ ഒരു ഡാർക്ക് ആയതുകൊണ്ട് തന്നെ പലർക്കും ഒരു ദഹിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ആക്ച്വലി ഓക്കെയാണ് അല്ലെ. എനിക്കും അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു 1960 അല്ലെങ്കിൽ ഒരു 70 നടക്കുന്ന, അവിടെ ഒരു ശ്രീലങ്കയിൽ നടക്കുന്ന ഒരു വാറിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സമയകാലഘട്ടം, അതില് മമ്മൂട്ടിയുടെ ഫാമിലിയെ കാണിച്ചുകൊണ്ട്, അതായത് മമ്മൂട്ടിയുടെ മുമ്പത്തെ കാലഘട്ടങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കഥ ഫ്രണ്ടിലേക്ക് നീങ്ങുന്നു. ആകെ അരമണിക്കൂറേ ഉള്ളൂ. അതിലൊരു ഇൻഡെപ്ത് ആയിട്ടൊരു സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നുണ്ട്. അതൊരു ഇത്തിരി ഡാർക്കാണ് അതിൽ. പക്ഷെ മമ്മൂട്ടിക്കൊക്കെ ആക്ച്വലി ഇതൊരു കേക്ക് വാക്കാണ്. അതായത് പ്രത്യേകിച്ച് പുള്ളിക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ എന്നാൽ ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മമ്മൂട്ടി ചെയ്തതുകൊണ്ട് ഒരു കുറച്ചും കൂടി ആ ഒരു ക്യാരക്ടറിനെ ഒരു ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലൈമാക്സിലത്തെ ഒരൊറ്റ പോയിന്റ് മതി. അതെ, ആ ഒരു സംഭവം. ബാക്കിയൊക്കെ മമ്മൂട്ടിക്ക് നല്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സാധനം. അത് ആ ഒരു 10 സെക്കൻഡിൽ ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട്. ആ ഒരു ഷോട്ട് എന്ന് പറയുന്നത് സൂപ്പർ ആയിരുന്നു ആ ഒരു സാധനം. എനിക്ക് പിന്നെ അതില് വിനീതിനാണ് ഇതിനകത്ത് സ്കോർ ചെയ്യുന്നത്. ഞാനിത് കാണുമ്പോഴേ ഈ പടത്തിൽ അല്ല, ഈ ഒരു കാര്യം മാത്രമായിട്ടുള്ളത്, ഞാൻ ഈ സംഭവം പറയുമ്പോഴേ ഈ വിനീതിനെ ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ മലയാളികൾ? ഇപ്പൊ കുറവാണ്. പക്ഷെ അത് ശരിക്കും നമ്മൾ സത്യസന്ധമായിട്ട് പറയാൻ, നിങ്ങൾ പുതിയതായിട്ട് എടുക്കുന്ന സംവിധായകരെങ്കിലും ചിന്തിക്കണം, വിനീതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. എന്തൊരു രസമാണ് അദ്ദേഹം ആ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് MT സാർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ വിനീതിന്റെ ക്യാരക്ടർ, അതേപോലെ ആ ഒരു സിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി, ക്യാരക്ടറൈസേഷൻ, അതായത് ഇതിലൊരു സിഗരറ്റ് ഒക്കെ വലിച്ചിരിക്കുന്ന വിനീതിന്റെ ഒരു ഭാവങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ അത് നല്ല രസമായിരുന്നു. നല്ല രീതിയിൽ വോയിസ് മോഡുലേഷൻ, അത് പിന്നെ ആരോടും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റും കൂടിയാണ്, അടിപൊളിയായിട്ട് ചെയ്യുന്നത്. പക്ഷെ അരമണിക്കൂറിൽ പറയുമ്പോ എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിലെ വേറൊരു സംഭവം, ഈ ഓൺലൈനിലൊക്കെ ഇപ്പൊ ഒരുപാട്, നമ്മളിപ്പോ ഓൺലൈനിൽ തന്നെ സംസാരിക്കണം, ഈ ഓൺലൈനിലൊക്കെ നമ്മള് ഈ മമ്മൂട്ടിനെയും മോഹൻലാലിനെയൊക്കെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ കുറെ ചളിവാരാണ്. സത്യസന്ധമായിട്ടും പറയാട്ടോ, ഇതിൽ അങ്ങനത്തെ ഒരാവശ്യമില്ല. കാരണം ഇതിന് രണ്ടിനെയും കൂടിയിട്ട് ഒരു ബന്ധമില്ലാത്ത സംഭവമാണ്. രണ്ടുപേർക്ക് ആക്ച്വലി കേക്ക് വാക്കായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു 2 ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നിയിട്ടുള്ള എന്താന്ന് വെച്ചാൽ, ഇതിപ്പോ ശരിക്കും പറഞ്ഞവർക്ക് രണ്ടുപേർക്കും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ ഇത് MT സാറ് ചെയ്യുമ്പോൾ, ഇപ്പൊ നേരത്തെ കമലഹാസൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റിൽ ഭാഗവാക്കാവുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിലിപ്പോ ഇനി അടുത്ത എപ്പിസോഡുകളിൽ ബിജു മേനോൻ വരുന്നുണ്ട്, ആസിഫ് അലി വരുന്നുണ്ട്, അതുപോലെ ഫഹദ് വരുന്നുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനിയും വരാനുണ്ട്. അവരൊക്കെ ചെയ്ത് അവരൊക്കെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് ഈ ഒരു സംഭവം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും അതും ക്രൂവും അടിപൊളിയാണ്. അതായത് പ്രിയദർശൻ, അതുപോലെ ഇപ്പൊ രഞ്ജിത്ത്, ഇവരെ പോലുള്ള ഡയറക്ടേഴ്സ് ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ സുഖമാണ്. എനിക്കതിൽ പറയാനുള്ളതേ, സംഭവം ക്രൂവിനെ എടുത്തിട്ട് ആ പ്രിയദർശന്റെ ഒരു ടച്ച് വന്നിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, എല്ലാവരും അതൊരു ഓളവും തീരത്തില്ല, അത് കുറച്ചും കൂടി ഒരു
ഒരു എഫക്റ്റീവായി. effective ആണോ? അത് മാത്രല്ല അതിന് റണ്ണിങ് ടൈം കൂടുതലാണ്. 56. അപ്പൊ അതിൽ കുറച്ചും കൂടി ഇമോഷൻസ് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതില് ഈ ഒരു ഡാർക്ക്നെസ്, അതായത് മമ്മൂട്ടിയുടെ ഈ ഒരു കടുകണ്ണാവ എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് ആ ഒരു ഡാർക്ക്നെസ്, ആ ഒരു സംഭവം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കണക്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ ഒരു 30 മിനിറ്റിൽ അവതരിപ്പിക്കുമ്പോൾ ഉള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അതുകൊണ്ടായിരിക്കണം മിക്ക ആൾക്കാർക്ക്, ഞാൻ അറിഞ്ഞിടത്തോളം, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞിടത്തോളം, ഈ മമ്മൂട്ടിയുടെ ഈ ഒരു എപ്പിസോഡിന് കുറച്ച് എന്താ പറയുക ഡിമ്മാക്കിയിട്ടാണ് എല്ലാവരും പറയുന്നതൊക്കെ. പക്ഷെ കണക്ഷൻ വരാത്തത് കൊണ്ടായിരിക്കാൻ തോന്നുന്നു. അതായിരിക്കാം. പക്ഷെ മമ്മൂട്ടിയുടെ ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. ആ സംഭവം ആ ഒരു 10 സെക്കൻഡില് ആ ഒരു 10 സെക്കൻഡിൽ പറയാതെ പറയുന്ന ഒരുപാട് സാധനങ്ങൾ ആ ഒരു സംഗതിക്കകത്തുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു 2 എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയാം. ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും C5 ഇത് അവൈലബിൾ ആണ്, എന്തായാലും കാണാൻ ശ്രമിക്കുക. അതായത് MTയുടെ നോവലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീലുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ പ്രണയമായാലും ശരി, എന്താണെങ്കിൽ ഏത് തരത്തിലുള്ള ഫീൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ ജീവിതങ്ങളാണ്. സത്യം, എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരു മനുഷ്യനാണ്. സോ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ അത്ര എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പറയാം. അപ്പോഴേ നമുക്കിത് ബാക്കിയും കൂടി കണ്ടിട്ട് ഇനി കൂടുതൽ പറയല്ലേ നല്ലത്. അല്ലെങ്കിൽ ഇവര് നമ്മളെ കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ബാക്കി കാണണ്ടേ. അതെ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.